ചില മനുഷ്യരുണ്ട്, അവരെ ഒരിക്കലും സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റില്ല. അവരൊരിക്കലും സ്വയം തൃപ്തിപ്പെടാറുമില്ല. കാരണങ്ങൾ ഇതൊക്കെയാണ്. വൺ ഹു കോപ്പി അതേഴ്സ്, അവരെപ്പോഴും മറ്റൊരാളെ കോപ്പി ചെയ്യുന്നവരായിരിക്കും, അല്ലെങ്കിൽ അവരെപ്പോഴും കോപ്പി ചെയ്യാനായിട്ട് നിങ്ങളെ പ്രേരിപ്പിക്കുന്നവരായിരിക്കും. രണ്ടാമതായിട്ട് വൺ ഹു കമ്പയർ അതേഴ്സ്, എപ്പോഴും അവർ മറ്റൊരാളെ കമ്പയർ ചെയ്ത് അവർക്ക് തത്തുല്യമാവാനായിട്ട് അവർ നിരന്തരമായി പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയും അതിനകത്തൊട്ടും തൃപ്തിപ്പെടാതിരിക്കുകയും ചെയ്യുന്നു. മൂന്നാമതായിട്ട് വൺ ഹു ഡസൻറ്റ് ബിലീവ് ഇൻ ദെയർ ഓൺ പൊട്ടൻഷ്യൽ, അവർക്ക് അവരുടെ കഴിവുകളെ മനസ്സിലാക്കാതെ മറ്റൊരാളുടെ കാര്യങ്ങളെ കമ്പയർ ചെയ്ത് അതിൻ്റെ പുറകെ പോകുമ്പോൾ അവർക്കൊരിക്കലും സ്വന്തം അല്ലെങ്കിൽ സ്വയം തൃപ്തിപ്പെടാനായിട്ട് സാധിക്കുന്നില്ല, അല്ലെങ്കിൽ അവരവരുടെ കഴിവിനെ തിരിച്ചറിയാതെ പോകുന്നു. നാലാമതായി വൺ ഹു ഡസൻറ്റ് ഹാവ് ഗ്രാറ്റിറ്റ്യൂഡ്, അവർ വന്ന വഴി മറക്കുക, വീണ്ടും വീണ്ടും എന്തിനോ വേണ്ടി ഓടി തളരുന്ന ആൾക്കാരാണ്. അവർക്ക് എത്ര കിട്ടിയാലും തൃപ്തിപ്പെടുന്നില്ല. ഈ ഒരു ആൾക്കാർ സ്വന്തം ഒരു നിമിഷം നമ്മളിരുന്ന് നമ്മൾ എവിടെ നിന്നാണ് വന്നത്, എത്രത്തോളം നമ്മൾക്ക് ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാനും ഒക്കെ ശ്രമിക്കുക. ഇനി അഞ്ചാമതായി ജലസ് അബൌട്ട് അതേഴ്സ് കരിയർ ആൻഡ് ഫിനാൻസ്. നമ്മളുടെ കഴിവനുസരിച്ച്, നമ്മളുടെ വിദ്യാഭ്യാസം അനുസരിച്ച്, നമ്മളുടെ കുറവുകളെയും നല്ലതിനെയും മനസ്സിലാക്കിയിട്ട് നമ്മൾ സ്വയം മനസ്സിലാക്കി നമ്മൾ പ്രയത്നിക്കുകയല്ലേ എപ്പോഴും നല്ലത്. മറ്റൊരാളുടെ ഒരു കരിയറിനെയോ അവരുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റസോ നോക്കി നമ്മൾ അവർക്ക് വേണ്ടി നമ്മൾ അവരെ കമ്പയർ ചെയ്താൽ നമുക്ക് ഒരിക്കലും അതിൻ്റെ ഒപ്പം എത്താൻ പറ്റില്ല. ബിക്കോസ് എവ്രി വൺ ഈസ് ഡിഫറെൻറ്റ്, ബഹുജനം പലവിധം. അപ്പോൾ ഈ ഒരു ടിപ്പ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. വീണ്ടും ഇതുപോലെയുള്ള രസകരമായ ടിപ്സുമായി ഇനിയും കാണും.